കൊട്ടാരക്കരയിൽ പോലീസിന് നേരെ മദ്യപ സംഘത്തിന്റെ കയ്യേറ്റം. പൊതുസ്ഥലത്ത് മദ്യപാനം ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. 2 പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതി വെങ്കിടേഷ് പോലീസിനെ അസഭ്യം പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ലിജോ റോളൻസ് ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ലിജോ, ഈ വെങ്കടേഷ് പറയുന്ന തെറി മുഴുവൻ ബീപ്പാണ്. പക്ഷേ ഈ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം കെട്ടടങ്ങി കഴിയുമ്പോൾ വെങ്കടേഷിന് മനസ്സിലാകുമോ? പോലീസിന് നേരെയുണ്ടായ ആക്രമണം പോലീസിന് ഗുരുതരമായി പരിക്കുണ്ടോ? എന്താണ് അതിന്റെ സാഹചര്യം? മഹേഷ്, ഈ സംഭവം നടക്കുന്നത് ഇന്നലെ ഉച്ചയോടടുത്ത സമയത്തായിരുന്നു. കൊട്ടാരക്കരയിലായിരുന്നു. കൊട്ടാരക്കര കൺട്രോൾ റൂമിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതായത് മദ്യപിച്ച് വാഹനം ഓടിച്ച ആളുകൾ വരുന്നുണ്ട് എന്നുള്ളൊരു സന്ദേശം ലഭിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൺട്രോൾ റൂമിലെ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള രാജേഷും ഡ്രൈവർ നിക്സണും ചേർന്ന് ഇവരുടെ, അതായത് ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്ന വെങ്കിടേഷും ഒപ്പം തന്നെ സുഹൃത്തും മനീഷും ഉണ്ടായിരുന്ന വാഹനം തടഞ്ഞു നിർത്തുന്നത്. ഇതോടുകൂടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. വെങ്കടേഷും മനീഷും നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വൈദ്യപരിശോധനയിൽ പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നു. ആ സമയത്ത് തന്നെ പോലീസിനെ ഇവർ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അതിലാണ് ഈ 2 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഗുരുതരമായ പരിക്കുകളൊന്നും അല്ലെങ്കിൽ പോലും അവർക്ക് നിസാരമായ പരിക്കുകളൊക്കെ 2 പോലീസുകാർക്ക് മേൽറ്റിട്ടുണ്ട്. തുടർന്ന് കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്തും ഈ വെങ്കടേഷിനാണ്, ആ ദൃശ്യങ്ങളിൽ കാണുന്ന വെങ്കടേഷാണ് ആ സെല്ലിൽ കിടന്നുകൊണ്ട് പുറത്ത് ആളുകൾക്കൊന്ന് കേൾക്കാൻ അറപ്പ് തോന്നുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള അസഭ്യവർഷമാണ് പോലീസിന് നേരെ നടത്തുകയും ചെയ്യുന്നത്. അതാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മൊബൈലിൽ പകർത്തുകയൊക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ കൃത്യവിലോപം തടസ്സപ്പെടുത്തിയതിനുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് FIR-ൽ പറയുന്നത്. മഹേഷ് പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ കെട്ടൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് ഞാൻ തന്നെയാണോ എന്നുള്ളൊരു സംശയം ചിലപ്പോൾ ഇയാൾക്ക് ഉണ്ടായിക്കൂടായികയില്ല. എന്തായാലും ഇപ്പോൾ കേസായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇനി കുറച്ചുനാൾ എന്തായാലും കോടതി കയറി ഇറങ്ങി നടക്കുക തന്നെ വേണം പ്രതികൾ.